മുക്കമ്പാലമൂട് കേന്ദ്രീകരിച്ച് വളർന്നുവരുന്ന ലഹരി സംഘത്തെ ഇല്ലായ്മ ചെയ്യാനും നാട്ടിൽ സമാധാനം നിലനിർത്തുവാനും മുക്കമ്പാലമൂട് ജനകീയ ഗ്രന്ഥശാലയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരും മറ്റു പ്രമുഖ വ്യക്തികളും ഒത്തുചേർന്നു. കരുവിലാഞ്ചി, മുക്കമ്പാലമൂട്, ചെറുകോട്, നവരപ്പാറ, മൂങ്ങോട് എന്നീ പ്രദേശങ്ങളിൽ കഞ്ചാവ്, MDMA പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അതിനെ നിയന്ത്രിക്കുന്നതിലേക്കു വേണ്ടിയാണ് ഈ കൂട്ടായ്മ. ജില്ലാ പഞ്ചായത്ത് മെമ്പർ വിളപ്പിൽ രാധാകൃഷ്ണൻ, മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, വിളപ്പിൽ പഞ്ചായത്ത് മെമ്പർമാരായ മഞ്ജു, ബിന്ദു, കാട്ടാക്കട എക്സൈസ് ഇൻസ്പെക്ടർ ബിനോയ്, പേയാട് അനിൽ, മറ്റു പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഒരുപാട് പെൺകുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ സാമൂഹികമായി നമ്മൾ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ തന്നെ ഒട്ടനവധി ബൈക്കുകളിലും ഹെൽമെറ്റ് ഇല്ലാതെ 3-4 പേര് ഷിഫ്റ്റ് അടിച്ച് കഴിഞ്ഞ ആഴ്ച ഈ പോസ്റ്റ് ഇടിച്ച് തെറിപ്പിച്ചു. 2 പേര് അവിടെ നിന്ന് 3 പേര് ലോഡ് കയറി വന്ന് ആ പോസ്റ്റ് ഇടിച്ച് തെറിപ്പിച്ചു. 2 ദിവസം ഇവിടെ കറണ്ടില്ലായിരുന്നു. അങ്ങനെ ഭാഗികമായി ഇവിടെ ഭയങ്കര വിഷയങ്ങളാണ്. ഒരു സ്ത്രീകൾക്ക് പോകാൻ പറ്റും. കാരണം ഇവർ ജോലിക്ക് പോകുന്നു, അതിന് പണിയെടുത്താലേ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഈ കഞ്ചാവ്, MDMA, മയക്കുമരുന്ന് ഇങ്ങനെ ഉള്ള സാധനങ്ങൾ ഇവർക്ക് നിത്യോപയോഗത്തിനായി വാങ്ങിക്കണമെങ്കിൽ അവർ കണ്ട വീടുകൾ കയറി മോട്ടിക്കുക, മാല പിടിച്ച് പറിക്കുക, ഒട്ടനവധി പ്രശ്നങ്ങൾ അവർ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അത് നമുക്ക് വെച്ച് പുറപ്പിക്കാൻ പറ്റാത്ത കാര്യം. ഇപ്പോൾ പോലീസ് കണ്ണടച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആക്സിഡൻറ്റ് നടന്നപ്പോൾ തന്നെ നമ്മൾ വിളപ്പിച്ചാല പോലീസിനെ വിളിച്ചു ഇവിടെ പിടിച്ചു നിർത്തിയിരുന്നു. ഇടിച്ചവരെ പിടിച്ചു നിർത്തിയിരുന്നത് അന്നോട്ടെ ചോദിക്കുന്നു, നിനക്കൊക്കെ എന്താടാ ഇവിടെ കാര്യവന്മാരെ പിടിച്ചു നിർത്തുന്നത്? നിനക്കൊക്കെ ആര് അധികാരം തന്നെ? എക്സൈസിൽ നിന്ന് ഇവിടെ ഇന്ന് എല്ലാവരും ഇരുന്ന് തന്നെയാണ് അന്ന് നമ്മൾ കൺഫേം ചെയ്ത് സാറ് വരാമെന്ന് പറഞ്ഞ് അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തുടർന്നാണ് നമ്മൾ സാറ് വന്നിട്ടുള്ളത്. ബാക്കി എല്ലാ അംഗങ്ങളും ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ നാട്ടിൽ വരുന്ന ഇതിനെ ചെറുത്ത് നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് നമ്മൾ നിർത്തുന്നത്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഇത് വഴുതി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾക്ക് നമ്മുടെ കുറേ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ അന്ന് കേട്ട് ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാലും അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ന് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. പിന്നെ അതിനെ തുടർന്നുള്ള ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ വിളപ്പിൽ രാധാകൃഷ്ണൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ മണ്ഡപത്തിൽ കടവിലെ ഒരു മനുഷ്യ മതിൽ തീർത്ത് അതെ മനുഷ്യ മതിൽ തീർത്ത് എല്ലാ വിഭാഗം ആളുകളും അതെല്ലാ റെസിഡൻസ് അസോസിയേഷൻ, സന്നദ്ധ സംഘടനകൾ, സ്കൂളുകൾ, ഗ്രാമപഞ്ചായത്തുകൾ, സാമുദായിക മതസംഘടനകൾ എല്ലാവരും ചേർത്താണ് അതിന് പരിപാടി ആവശ്യം. അതിൻ്റെ ഒരു പ്രതിഫലനം മഠത്തിലാകണം ഉണ്ടാവുന്നില്ല. പലയിടത്തും ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ യോഗം ചേർത്താൽ അവരുടെ ഭൂപ്രദേശത്തിൽ ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന കർശനമായ നിയന്ത്രണം ഏർപ്പെടുന്ന സ്ഥലങ്ങളില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വ്യാപകമായി ഇത്തരം സാമൂഹിക പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഞാൻ ലഹരിയുടെ തീവ്രതയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, എല്ലാം അറിയുന്നതാണ്. ഇത് വലിയ അത്ഭുതം കണക്ക് മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നമാണ്. നമ്മുടെ സംസ്ഥാനത്തുണ്ടാവുന്ന ക്രിമിനൽ കുറ്റങ്ങളിൽ ഒരുപക്ഷെ ഒരു 60-70% അതിൻ്റെ ഉറവിടം അന്വേഷിച്ചെന്നാൽ അത് ലഹരിയാണ് നമുക്ക് കണ്ടെത്താം. അച്ഛൻ മകനെ കൊല്ലുന്നു, അല്ലെ അമ്മ മകനെ കൊല്ലുന്നു, അല്ലെങ്കിൽ സഹോദരൻ സഹോദരിയെ കൊല്ലുന്നു, അയൽവക്കത്ത് വീട്ടിൽ കയറി എല്ലാവരും അടിച്ചുകൊണ്ടിരിക്കുന്നു. വ്യാപകമായ പ്രായമൊന്നുമില്ലാത്തതാണ്. പക്ഷെ വൈകുന്നേരമായി അവരെയൊന്നും കാണാറില്ല. മാനവീയ രീതിയിലാണ് ആണുങ്ങൾ, ഈ പയ്യന്മാർ 3-4 ദിവസം ആ വീട്ടിൽ അടഞ്ഞിരിക്കും, പുറത്തിറങ്ങില്ല. അവരിങ്ങനെ പറഞ്ഞു, നമ്മുടെ പോലീസിനെ വിളിച്ചു, പോലീസിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എക്സൈസിനെ വിളിച്ചു, കാട്ടാക്കട എക്സൈസ് ടീം വന്നു. അപ്പോഴാണ് അറിയണത് അവർ ഈ MDMA വലിയൊരു ശൃംഖലയാണ്. അപ്പോൾ അവരെ അവിടുന്ന് പിടിച്ചു കൊണ്ടുപോയി അവരെ നെയ്യാറ്റിൻകര ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് ഇതിനെതിരെ നമ്മളൊരു പോരാട്ടം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. നമ്മൾ കുറേ ലഘുലേഖകൾ അടിച്ചു, എല്ലാ വീടുകളും ബന്ധപ്പെട്ടു. ഇപ്പം നേരത്തെ ജില്ലാ മെമ്പർ ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ ഈ കാണുന്ന സംഖ്യയല്ല,
അമ്മമാരും എല്ലാ വീട്ടിലെ എല്ലാ നമുക്കെല്ലാം സംസാരിക്കാൻ നമ്മൾ ആരും മോശക്കാരല്ല. പക്ഷേ ആ സംസാരത്തിലൂടെ വരുന്ന നല്ല കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരോടും ഒന്ന് ചോദിക്കണം. നാട്ടിലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ 2 ചെറുപ്പക്കാർ വന്നാൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാരെങ്കിലും അവരോടൊപ്പം ഉണ്ടാവുക. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പരിപാടിയും വിജയിക്കില്ല. നമുക്ക് കൂടാം, പേപ്പറിൽ തീരുമാനങ്ങളെടുക്കാം, പഞ്ചായത്ത് മെമ്പർമാരെയും ജില്ലാ പഞ്ചായത്ത് രാഷ്ട്രീയ പ്രതിനിധികളെയും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ച് യോഗങ്ങൾ കൂടാം ഒക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ സംഘടിത ശക്തിക്ക് മുമ്പിൽ, നാട്ടുകാരുടെ സംഘടിത ശക്തിക്ക് മുമ്പിൽ ഉദ്യോഗസ്ഥ പ്രമുഖന്മാരുടെ വേതാളങ്ങളായിട്ടുള്ള ഉദ്യോഗസ്ഥ പ്രമുഖന്മാരുണ്ട് പലയിടത്തും. അവരെയെല്ലാം മുട്ടുകുത്തിക്കാൻ നമ്മൾ ഒരുമിച്ച് നിന്നാൽ കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതാണ് ഇവിടുത്തെ അനുഭവ പാഠം. മെയ് മാസത്തിലെ കാരണം ഈ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് അതിർത്തി കടന്നുകൊണ്ട് ഓരോ ദിവസവും ടൺ കണക്കിനാണ് ഈ ഉപകരണങ്ങൾ, ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ചെറുക്കാണെങ്കിൽ തന്നെ വലിയ ജാഗ്രതാപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇദ്ദേഹത്തിനെപ്പോലുള്ള ആളുകൾ, ഞാനും ഇദ്ദേഹത്തിന് പരിചയപ്പെടുന്നത് പോലും അത്തരത്തിലുള്ള ഇൻസിഡൻറ്റ് വഴിയാണ് പരിചയപ്പെടുന്നത്. അങ്ങനെ ആ ബന്ധം വെച്ചുകൊണ്ടാണ് നമ്മൾ അന്നിവിടെ വിശ്വാസപൂർവ്വം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു നമുക്ക് ഉദ്യോഗസ്ഥരോട് എത്തിക്കാൻ കഴിയുമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് എന്തെല്ലാം സംവിധാനം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു നാടിൻ്റെ ഏകോപനമാണ്. പക്ഷേ ആ ഏകോപനം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നത് വലിയ കാര്യമാണ്. പക്ഷേ നമുക്കിത് ഈ കൂട്ടായ്മ ഒരുപക്ഷെ കഴിഞ്ഞ കൂട്ടായ്മയെക്കാളും നല്ല പങ്കാളിത്തം ഇപ്പോൾ കൂടിയിട്ടുണ്ട്, ഈ മീറ്റിങ്ങിനകത്ത് കൂടിയിട്ടുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിനകത്തേക്ക് ഈ യാത്ര മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ രൂപത്തിലും നമുക്കിതിനെ ഉന്മൂലനം ചെയ്യാൻ കഴിയും. മുക്കമ്പലമൂട് ഭാഗത്ത് വളരെയധികം പ്രവർത്തനങ്ങൾ ഒരുപാട് കേന്ദ്രീകരിച്ച് നടത്തും. കാര്യം വെച്ചാൽ കരിങ്കാഞ്ചി ഭാഗത്ത് നിന്ന് ഇപ്പം സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് ഈ പറയുന്നത് പോലെ ചെറുകോട് സ്ഥലം ഇപ്പോൾ അവിടെ നല്ലൊരു ഭൂപ്രദേശമായി മാറിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം. നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കിയിട്ടൊക്കെ എത്തപ്പെടുമ്പോൾ എല്ലാവർക്കും കൂടെ അവിടെ വന്ന് ഇരിക്കാനും ഈ കഞ്ചാവൊക്കെ വലിച്ചുകൊണ്ട് നല്ലൊരു സിറ്റുവേഷൻ അല്ല. കാര്യം നമ്മൾ നമുക്ക് അറിഞ്ഞൂടാ അതിൻ്റെ വിപത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. നമ്മളൊന്ന് 2 പ്രാവശ്യമൊക്കെ അതുവഴി പോയപ്പോഴേ അവിടെ ഇരിക്കുന്ന ആ രീതി, പിന്നെ നമ്മൾ ഒരുപാട് നമുക്കറിയാമല്ലോ, നമ്മൾ ആണുങ്ങളല്ല, നമ്മൾ പെണ്ണുങ്ങളാകുമ്പോൾ ഒരുപാട് നമുക്ക് അതിനകത്തോട്ട് ഇറങ്ങി എന്താണെന്ന് ചോദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് നമ്മളതിനെ പ്രത്യേകം, പക്ഷെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ ഇരിപ്പ് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഭാഗത്ത് ഒരു ഒഴിഞ്ഞിടുന്ന ഒരു വീടുണ്ടായിരുന്നു, പിന്നക്കോട് വാർഡിനകത്ത് ഒഴിഞ്ഞിടുന്ന. ആ സമയത്ത് ഇത്രയും അതിന് മുന്നിലെ 2 ഗ്രാം 900 ഗ്രാം അങ്ങനെ ഒരു കണക്കിൽ പോയിരുന്ന സാധനമാണ്. അപ്പോൾ വന്ന സമയത്ത് സർക്കാർ ഏത് തന്നെ ആയാലും ലോകത്തെ നശിപ്പിക്കാനായിട്ടുള്ള സർക്കാരുകളാണ് എല്ലാം പറയാൻ പറ്റും. ഇപ്പോഴും മാനവേമ്പിയത് ട്രിവാൻഡ്രത്ത് പോയി നോക്കിയാൽ നമുക്കറിയാം. ട്രിവാൻഡ്രത്ത് അവരെ പിടിക്കാൻ നമ്മുടെ പോലീസിന് സഹായിക്കും പറ്റുന്നുണ്ടോ? ഈ സമയത്ത് കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. ഇത്രയും 16, 17, 18 ഈ ഏജിലുള്ള പെൺകുട്ടിയാണ്. ചുമ്മാ പോകുന്ന ഒരാളെ അയാൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തി അയാളെ കൊണ്ട് നമുക്ക് കോടതി ഹാജരാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ അതൊന്നും പറ്റില്ല. നിയമം എടുക്കാനോ അയാൾക്കെതിരെ നിയമ നടപടി എടുക്കാൻ പറ്റില്ല. ഈ ഒരു പുള്ളിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ലഹരിയായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും ഒരു സാധനം നമ്മൾ കണ്ടെടുക്കണം. അല്ലെങ്കിൽ ആ പുള്ളി എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്, ലഹരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഞ്ചാവ് എന്തായാലും എന്ത് ലഹരി പദാർത്ഥമായാലും പുള്ളി എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു സ്ഥലം നമ്മളെ കൊണ്ട് ആരെങ്കിലും പറഞ്ഞു തന്നോ എന്തെങ്കിലും വിവരം കിട്ടിയാൽ നമുക്ക് അറിയാൻ കഴിയും. എന്നാൽ പുള്ളിയെ കൊണ്ടുവന്ന് നമുക്ക് നിയമ നടപടിയെടുക്കാം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിരിക്കണം, കൃത്യമായിരിക്കണം, വിശ്വാസ്യതയുള്ളതായിരിക്കണം. ഇൻഫർമേഷൻ തരുന്ന കാര്യങ്ങൾ കറക്റ്റായിരിക്കണം. നമ്മുടെ എക്സൈസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ വേറെ യാതൊരു പ്രശ്നക്കാരോ അങ്ങനെയുള്ളവരൊന്നുമില്ല. എന്ത് നമ്മൾ നിർദ്ദേശിച്ചാലും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവർ ചെയ്തു വരുന്നത്. എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ഈ ലഹരിക്കെതിരെ നല്ലപോലെ പോരാടുന്ന ഉദ്യോഗസ്ഥരാണ് എൻ്റെ കൂടെ ഉള്ളത്. അവർ സമയവും സാഹചര്യവും അതൊന്നും നോക്കാതെ ലഹരിക്കെതിരെ സ്ഥിരമായി എൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും അവരെ ഇടയ്ക്ക് ബോധവൽക്കരണം ക്ലാസ്സുകൾ